രാജ്ഭവൻ നമ്മുടെ ഭരണഘടനാ പദവിയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ഭരണഘടന അനുശാസിക്കുന്ന ചിഹ്നങ്ങൾ, അടയാളങ്ങൾ അതാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകളുണ്ടാകാം. അത് സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഉണ്ട്. പക്ഷേ പൊതുപരിപാടികളിലും രാജ്ഭവനും അത്തരം ഇതിൻ്റെ പ്രചാരവേദിയായി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ്. അത് ഒരിക്കൽ ആ പ്രശ്നമുണ്ടായി, അതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും അത്തരം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെയും ഔദ്യോഗിക പരിപാടികളിലും അത്തരത്തിലുള്ള ഒരു കാര്യവും ഉപയോഗിക്കാൻ പാടില്ല. RSSൻ്റെ നിലപാടുകളല്ല നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ളത്. ഭരണഘടന ചർച്ച ചെയ്ത് പതാക അംഗീകരിക്കുന്ന ഘട്ടത്തിൽ ആ പതാക ശരിയല്ല എന്നായിരുന്നു ഓർഗനൈസറിൻ്റെ മുഖപ്രസംഗം തന്നെ. 3 ത്രിവർണ്ണാണല്ലോ, 3 എന്നുള്ളത് തന്നെ അശുഭമാണ്, ഈ 3 കളറുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കാവിക്കൊടിയാണ് എന്നതായിരുന്നു അന്നത്തെ വാദം. ആ വാദം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത്. അത് തെറ്റാണ്. അത് ശരിയായ രൂപത്തിൽ ഭരണഘടനാനുസൃതമായി കാര്യങ്ങൾ എടുക്കാൻ, നിലപാട് സ്വീകരിക്കാൻ ഗവർണർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.